ഹലോ, ഇത്തവണ ഓണവും നബിദിനവും ഒരു ദിവസമായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. രണ്ടാഘോഷം ഒരു ദിവസം വരുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷെ ഞാൻ നബിദിനാഘോഷം ഓണത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഇടണോ വേണ്ടോ എന്ന കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ എടുത്തു വെച്ച വീഡിയോ അല്ലേ, അങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇത് ഞങ്ങളുടെ നാട്ടിലെ രാവിലെയുള്ള നബിദിന റാലിയാണ്. ഫസ്റ്റ് പോകുന്നത് ഫ്ലവർ ഷോ എന്ന് പറയുന്ന പ്രോഗ്രാമിന് ബാക്കിൽ സ്കൗട്ട്, പിന്നെ ബാക്കിൽ ഏറ്റവും ബാക്കിൽ ദഫ്, അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള എല്ലാവരും വരുന്നത്. തലേ ദിവസം അത്യാവശ്യം നല്ല മഴ പെയ്തിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ രാവിലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു. നബിദിനത്തിൻ്റെ അന്ന് ഭയങ്കര ആഘോഷം, രാവിലെ മുതലേയുള്ള ആഘോഷമാണ്. രാവിലെ റാലി ഉണ്ടാവും, ഉച്ചക്ക് ഭക്ഷണം, വൈകുന്നേരം കുട്ടികളുടെ പ്രോഗ്രാമായിരിക്കും. റിച്ചു പ്രാവശ്യം സ്കൗട്ടിനുണ്ടായിരുന്നു. പക്ഷെ അവന് പനി കാരണം അത് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒഴിവായി. അവന് പിന്നെ പനിയൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം ആ സ്കൗട്ടിന് കൂടില്ല എന്നുള്ളൊരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം കൂടാമെന്ന് പറഞ്ഞ് അവനെ ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഈ റാലി കാണാൻ വേണ്ടിയിട്ട് ജാതി ഭേദമന്യേ എല്ലാവരും റോഡിൻ്റെ സൈഡിലുണ്ടാവും. അവർക്കൊക്കെ സീറ്റ്സ് കൊടുക്കും. അവർ തിരിച്ചും റാലിക്ക് സീറ്റ്സൊക്കെ എല്ലാവരും തരും. ഇതിൽ കുട്ടികൾ ഈ റാലി പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അവർക്ക് ഈ നബിദിന റാലി പോകാമെന്നല്ല, കാരണം ഒരുപാട് സീറ്റ്സ് കിട്ടും. അതിന് കയ്യിൽ കവറും വെച്ചിട്ടുണ്ടാകും. അത് നിറച്ചാക്കിയിട്ട് അവർ വരുള്ളൂ. അവർക്കൊന്ന് പായസം കിട്ടിയിട്ടുണ്ട്. ആ പായസം കുടിച്ചിട്ടാണ് ഇപ്പോൾ അവർ വരുന്നത്. ആദ്യം ചെറിയ കുട്ടികൾ പോകും, പിന്നെ കുറച്ച് കാരണവന്മാർ, അങ്ങനെ കുറച്ച് സംഘങ്ങളായിട്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. പിന്നെ ഏറ്റവും ബാക്കിലായിരിക്കും ഓട്ടോറിക്ഷ, കാറ്, ബൈക്ക് അങ്ങനെയുള്ളവർ പതുക്കെ പോകും. അതിൽ കൂടുതൽ പെൺകുട്ടികളായിരിക്കും കേട്ടോ. ഇതാ ആ ഓട്ടോറിക്ഷയിൽ അച്ചുണ്ട്, അവളാണ് ആ സൈഡിൽ ഇരിക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ദഫ് കളിക്കും, അല്ലെങ്കിൽ സ്കൗട്ട്, ഫ്ലവർ ഷോ എന്തെങ്കിലുമൊക്കെ അവർ കളിക്കും. ഈ ബാക്കിൽ പോകുന്ന ഓട്ടോറിക്ഷയിലൊക്കെ പോകുന്ന പെൺകുട്ടികളാണ്. മദ്രസ പഠിക്കുന്ന എല്ലാ കുട്ടികളും, മിക്ക കുട്ടികളും അതിനകത്തുണ്ടാവും. അങ്ങനെ ഈ റാലിയുടെ അവസാനം പോകുന്നത് വരെ, ആരാ പോകുന്നത് വരെ അത് നോക്കി നിൽക്കും. പ്രാവശ്യം വെള്ളിയാഴ്ച നബിദിനം, അതുകൊണ്ട് തന്നെ ഉച്ചക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത് കുറച്ച് നമുക്ക് ശാശ്വതമായ കാര്യമില്ല, കാരണം ചുമക്ക് പള്ളിക്ക് പോകേണ്ടതാണ്. അങ്ങനെ പ്രാവശ്യം വെള്ളിയാഴ്ച കൊടുക്കേണ്ട ഭക്ഷണം നമ്മൾ നേർച്ച ചോറ് എന്ന് പറയും, അത് ഞായറാഴ്ചത്തേക്ക് മാറ്റി. പിന്നെ വൈകിട്ടുള്ള പ്രോഗ്രാം എന്ത് ചെയ്തു, 5 മണിക്ക് തുടങ്ങി, കാരണം നേരത്തെ കഴിയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് സമയം വൈകിട്ടാണ് പ്രോഗ്രാം കഴിഞ്ഞത്, അതുകൊണ്ടാണ് നേരത്തെ ആക്കിയത്. ഇത് റിച്ചുവിന് ഫസ്റ്റ് സോങ് ഉണ്ട്, പിന്നെ പ്രസംഗം, പിന്നെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു അവന്. പിന്നെ 2 പേർക്കും ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, അച്ചുവിനും റിച്ചുവിനും. അവർക്ക് സമ്മാനങ്ങൾ കിട്ടി. പിന്നെ അവന് പ്രസംഗത്തിന് സമ്മാനം ഉണ്ടായിരുന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്.